അതെ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ആഹഹാ പറഞ്ഞ് ചിരിച്ചു കിടന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ ഇനി ഒറ്റയ്ക്കൊന്നും നടക്കട്ടെ. നിങ്ങൾ വിട്ടോ. ഹലോ ഹലോ ഹലോ, കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാൻ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിയതാ. ഓ തമാശ തമാശ. പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റു കഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? ഒന്നും മാനുവലേ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവിയത് ഞങ്ങളെ വെറുതെ വിട്. ഓ, നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി. ഹായ് മോളെ, പതുക്കെ. ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ പി.ടി. ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രാം ആണെന്നേ തോന്നുന്നു. എന്റെ അങ്കിളെ, എത്രാമത്തെ തവണ അങ്കിൾ ഇത് എന്നോട് പറയണേന്ന് അറിയോ? ആണോ? എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റേഴ്സിൽ ബീന മോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിനും മെഴുതിരി കത്തിച്ചോളാവെന്ന് ഞാൻ നേർന്നിരിക്കുക. വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം. ആയിക്കോട്ടെ. അങ്കിൾ ഇപ്പൊ ആ ആന്റിമാരുടെ കൂടെ നടക്കുന്ന ബെറ്റർ. എന്റെ കൂടെ ഓടി എത്തില്ല. ആര് പറഞ്ഞു? നീ വിചാരിക്കണോലെ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ നോക്കാം. റെഡി, നിക്ക്. ഇനി എന്റെ ഫ്ലാറ്റിന്റെ പരിസരത്ത് അങ്ങാനും കാലുകുത്തിയ ചവിട്ടി എല്ലോടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സാർ. ആരെ ഗീവറീസ് രാവിലെ തന്നെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ ആ ജേക്കബ് സാറിന്റെ വീട്ടില് പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഓരോ പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തൻ താമസിക്കുന്നുണ്ട്, അവന് തല ഉയർത്തി പുറത്ത് കിടക്കേണ്ടതാന്നൊരു വിചാരം അതുമില്ല. ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസേ. മാസാമാസം ഇഷ്ടം പോലെ കാശ് അയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും. ദാ ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. ദാ വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാറ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്. മാനുവൽ സാർ അപ്പോഴേക്ക് എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. വലിയ ഉപകാരം സാർ. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി. എന്താ ഇന്ന് മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഒലക്കി കടിച്ചു കൊല്ലും. ഇല്ല ഞാൻ വല്ല ട്രെയിനും തലവെക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ, അത് കാര്യമില്ല ഗീതേ. നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെ ഒക്കെ പ്രലോഭനത്തിൽ പോയി വീഴും. എന്നിട്ട് അവൻ പിന്നീട് ഫ്ലാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്ക് ഇത് എന്തിന്റെ അസുഖ? പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് മറ്റേ വർത്താനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇതിലെല്ലാ ഐറ്റംസും 2 കിലോ വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശ് ചോദിക്കണ്ട, ഞാൻ തന്നോളാം. പൈസ ഞങ്ങൾ കൊടുത്തോളാം. മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. അല്ല, എന്താ ഉദ്ദേശം? എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു. നീയല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്? സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ? ഇങ്ങോട്ട് വാ പറയാം. ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ. സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് 2-1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു നാടാവേ? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് സംസാരം. എടാ, ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമണ്ട അല്ല നാരായണൻകുട്ടി. ആ 7A തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPRന്റെ ആരെങ്കിലും ആണോ? സോറി സർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. ഓ, നീ എനിക്കിട്ടൊന്ന് താങ്ങ് കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല. താങ്ങാൻ എന്നാ ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. നീ കൂവി തെളിയണുണ്ട് കേട്ടാ.
ഗുഡ് മോർണിംഗ് കനിമോളെ, ഗുഡ് മോർണിംഗ് ബിജുമോളെ. ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ, മോളും എന്നെ അങ്ങനെയാ വിളിക്കണേ. സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ? ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റൂ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ ശാലിനി. ഗുഡ് മോർണിംഗ്. ഇന്ന് അവിടൊക്കെ ഹാജർ വെച്ചു. ഓ, ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കരങ്കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനുവലങ്ങളെ, ശാലിനിയെ വിട്ടേരെ. വിട്ടു. വിട്ടോ? അല്ല, ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പോ വന്നാലും മാനുവലങ്കിളിന് എന്താ? അത് ശരിയാ. അല്ല, ആരിത്? ശോശക്കുട്ടിയോ? എപ്പ എത്തി ഷിക്കാഗോ? ഇന്ന് നമ്മുടെ പെമ്പർനോത്തിയുടെ നേഴ്സിംഗ് ഹോം തന്നെയാണോ ഇപ്പോഴും? അവക്കവിടെ സുഖാന്നോ? ആരാ? അപ്പോ ശോശക്കുട്ടി അല്ലേ? എന്നാ പോ. ആ പോ. ആ പോട്ടെ. ഒരേപോലെ ലോകത്ത് 9 പേര് കാണുന്ന. എന്റെ അമ്മോ, ദേ അനിമൽ അങ്കിൾ. നീ പറയാറുള്ള ആനബോറൻ? അയ്യോ, ഇങ്ങോട്ടാണല്ലോ. ഹലോ, ആരിത്? നിതക്കുട്ടിയോ? ഇതെന്താ ഇവിടെ? ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുവല്ലേ? ഇന്ന് ക്ലാസ്സില്ല, സെക്കൻഡ് സാറ്റർഡേ. ഇവരൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സ്. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ് ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ? ബർത്ത്ഡേ ഒന്നല്ല, ആ, ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാ. അത് കൊള്ളാലോ. മോൾ ഇതൊന്ന് പിടിച്ചേ, എങ്കിൽ അങ്കിള് കൂടാം. അങ്കിളിന് ഒരു കമ്പനി ആവുമല്ലോ. അയ്യോ, ഞങ്ങള് പോവാനിറങ്ങാ അങ്കിൾ. അങ്ങനെ പോയാ എങ്ങനെയാ? മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ച് കണ്ടിട്ട് ഒന്ന് മിണ്ടുവോ പരിചയപ്പെടുകയോ ഒക്കെ വേണ്ടേ? ഓരോരുത്തരായിട്ട് മോൾ അങ്കിളിനെ ഒന്ന് പരിചയപ്പെടുത്ത്. അല്ലെങ്കിൽ വേണ്ട, അങ്കിള് തന്നെ ചോദിക്കാം. എന്നതാടി കൊച്ചേ നിന്റെ പേര്? പറയടി കൊച്ചേ. ധന്യ. നിന്റെയോ? മഹിമ. മോളുടെയോ? വീണ. നിന്റെയോ? മരിയ. നിന്റെയോ? താര. കൊള്ളാം, നല്ല മണി പോലത്തെ പേരുകൾ. ഞാൻ നിധിമോളുടെ മാനുവൽ അങ്കിൾ. ഇവളെന്നെ ആനിമൽ അങ്കിൾ എന്നും വിളിക്കും. അല്ല, അങ്കിളിനെ കുറിച്ച് മോള് ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവർക്കൊക്കെ അങ്കിളിനെ നന്നായി അറിയാം. ആണോ? അപ്പൊ പരിചയപ്പെടാൻ വൈകിയെന്ന് മാത്രം. അതെ. ഇത്രയും മിടുക്കി കുട്ടികളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ അങ്കിൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അയ്യേ, ഈ ഉണക്ക ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട. നമുക്ക് നേരെ രാജിലേക്ക് പോവാം. അവിടെ ആവുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇന്നത്തെ ട്രീറ്റ് അങ്കിളിന്റെ വക. അതെ അങ്കിൾ, ഞങ്ങൾക്ക് ധന്യയുടെ വീട്ടിൽ പോണം. അവളുടെ മമ്മി ഞങ്ങൾക്ക് എല്ലാവർക്കും ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണോ? എങ്കിൽ ഞാനും വരാം. ധന്യയുടെ മമ്മി ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. അത് പിന്നൊരിക്കലാവാം. ഇല്ലേ തന്നെ? അതെ. എങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ്. ഓരോരുത്തർക്കും അങ്കിളിന്റെ വക ഓരോ പുത്തൻ ഉടുപ്പ്. അങ്കിളിന് ലോട്ടറി അടിച്ചോ? ഇത്ര നിർബന്ധം ഞങ്ങൾക്ക് ചെലവ് ചെയ്യാൻ? വേണമെങ്കിൽ ലോട്ടറി എന്ന് പറയാം, പക്ഷേ എല്ലാ മാസവും കൃത്യമായിട്ട് അടിക്കുന്നതാ. പെമ്പർന്നൂർ അയക്കുന്ന ഡ്രാഫ്റ്റ്. അവളവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശല്ലേ, അത് കൈ കിട്ടിയാൽ അന്ന് തന്നെ പൊടിച്ചു തീർത്തില്ലെങ്കിൽ ഒരു മനസമാധാനക്കേടാ. ഇത്ര മനസമാധാനക്കേടാണെങ്കിൽ ഇങ്ങ് തന്നേര്, ഞാൻ എന്റെ ബാങ്കിലിട്ടോളാം. ഓ, ഒരു തമാശക്കാരി. അങ്കിള് തരും. അങ്കിളുടെ ഈ പോക്കറ്റിലുള്ളതും ബാഗിലുള്ളതും ബാങ്കിൽ കിടക്കണതും ഒക്കെ അങ്കിള് തരും. മക്കൾക്ക് സന്തോഷാവുകയാണെങ്കിൽ അങ്കിളിന്റെ കയ്യിലുള്ള അവസാനത്തെ ഡോളർ വരെ തരും. എന്നിട്ട് നയാ പൈസ കയ്യിലില്ലാതാകുമ്പോ ഒരു പെഗടിക്കാൻ വേണ്ടി അങ്കിൾ ഈ റോട്ടിലിരുന്ന് തെണ്ടും. അത് അങ്കിളിന്റെ സന്തോഷം. എന്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അങ്കിൾ ഇപ്പൊ എന്താ ചെയ്യണ്ടേ അത് പറ. ഞങ്ങളെ പോവാൻ അനുവദിക്കണം. അത് മതിയോ? എങ്കിൽ പൊക്കോ, സന്തോഷായിട്ട് പൊക്കോ. ഈ ബില്ലെങ്കിലും അങ്കിളിന് കൊടുക്കണം. ഓക്കേ, ശരി. സന്തോഷായി അങ്കിളിന്. അങ്കിള് പെമ്പിള്ളേരെ മാത്രമേ സന്തോഷിപ്പിക്കുള്ളൂ. എന്നടാ? അല്ല, ഞങ്ങളുടെ ബില്ലും കൂടെ കൊടുത്താൽ ഞങ്ങൾക്ക് സന്തോഷമായനെ. അതും ഞാൻ കൊടുത്തോളാം. നിങ്ങളും പോയി സന്തോഷിക്കേ. ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ളതല്ലേടാ. കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് മോള് സ്വപ്നം കാണുവാണല്ലേ. സ്വപ്നം കാണേണ്ട പ്രായത്തിൽ സ്വപ്നം കാണണം. പക്ഷേ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സുന്ദരങ്ങളായിരിക്കണം. അത് മാനുവലങ്ങളുടെ നിർബന്ധ. ഇപ്പൊ എന്ത് സ്വപ്ന മോള് കണ്ടോണ്ടിരുന്നെന്ന് അങ്കിൾ പറയട്ടോ? പേടിക്കണ്ട, അങ്കിൾ ആരോടും പറയില്ല. ആരാ ആള്? ഒരു ക്ലൂ തന്നാ മതി, ബാക്കി അങ്കിള് പിടിച്ചോളാം. അങ്ങനെ പോയാ എങ്ങനെയാ? അങ്കിള് ശല്യപ്പെടുത്താതെ. വേണ്ട, അങ്കിള് പിണങ്ങി. മോളുടെ ഈ മുഖം മാറിയാണ്ടല്ലോ. ദേ, അങ്കിളിന് ഈ നെഞ്ച് കലങ്ങും. ക്ലൂ തന്നില്ലെങ്കിൽ വേണ്ട. ആ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഹെൽപ്പോ അഡ്വൈസോ വേണമെങ്കിൽ ചോദിച്ചോ, തരാം. ഹലോ മൈ ഡാർലിങ്സ്, അനിമലങ്ങളോട്ട് കളിക്കാൻ. മോളെ നീതു, നീ ആ ബാച്ചിക്ക് തന്നേ.
നീ എന്റെ ഡാർലിംഗ് അല്ലേടി, നിനക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ഇടറി ഷട്ടിൽ. തമാശ പറഞ്ഞാണല്ലേ? അല്ല, എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരാളെ കൊല്ലണം. പറ്റുവോ? അതാരാ മോളെ ഉപദ്രവിച്ചത്? അത് പറയാം. പറ്റുവോ? കൊല്ലാൻ പറ്റുവോ? ഞാൻ സുഖമായി സന്തോഷമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മതി. അല്ല, എന്നെ കണ്ട ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞല്ലേ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോളാൻ. എന്താഗ്രഹവും സാധിച്ചു തരൂന്ന്. എന്നിട്ടാ? മോളെ അത് അങ്കിൾ. വേണ്ട, എന്നോട് ഇഷ്ടമില്ലാന്ന് അറിയാം എനിക്ക്. അതല്ല മോളെ, കൊന്നാൽ അങ്കിളിനെ പോലീസ് പിടിക്കില്ലേ? എല്ലാരെയും അറിയിച്ച കൊല്ലുക. അറിയണ്ട കൊല്ലണ്ടേ, ആരും അറിയാണ്ട്. ആ ശരി ശരി. ആരെയാ മോക്ക് കൊല്ലേണ്ടത്? എന്റെ പപ്പയെ. ഇവനാ ഞാൻ പറഞ്ഞ ആദിത്യവർമ്മൻ, എന്റെ ക്ലാസ്മേറ്റ്. അപാര ബ്രെയിനാ. ഐഡിയ ഒക്കെ ഇവൻ തരും. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, സീക്രട്ട് ആയിരിക്കുമല്ലോ. 100% വിശ്വസിക്കാം. ആദി, ഇതാ മാനുവൽ അങ്കിൾ. ഹലോ. ഹലോ, വാ. ആ ഇവന്റെ പാരന്റ്സ് ഡൽഹിയിലാ. ഡാഡി CBI-ല്, മമ്മി IPS-ഉം. മമ്മി ഇപ്പൊ ജലന്ധറിൽ SP ഇല്ലേ? അതെ. ഇവിടെ ഇപ്പൊ ഇവന്റെ അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട, അപ്പൂപ്പന് കണ്ണ് കാണൂല. കാറ്ററാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിപ്പാ. ചെവി പണ്ടേ ഔട്ട്. ആർമി കേണലായിരുന്നു. ആദ്യാണോടാ? അതെ അപ്പൂപ്പ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, വാ. ഇതെന്റെ ഫ്രണ്ട്സ്. ഇത് മാഷ്. വാ, ഇരിക്കൂ. എത്ര പേരെ കൊല്ലണമെന്നാ പറഞ്ഞേ? നീ മറന്നുപോയോ ഒരാളെ? നിധിയുടെ പപ്പയെ. ഓ യെസ്, ഞാൻ ഓർക്കുന്നു. ഇംഗ്ലീഷ് നോവൽസ് വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടോ? ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല മർഡേഴ്സ്, എക്സൈറ്റിംഗ് ക്രൈംസ് ഒക്കെ ഇംഗ്ലീഷിലേ കാണാൻ പറ്റൂ. ഒരാളെ മാത്രമേ കൊല്ലാനുള്ളൂവെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഫോളോ ചെയ്യാം. ഷെർലക് ഹോംസിന്റെ ഞാൻ റെഡിങ്ങിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരാളെ സിമ്പിളായി കൊല്ലാൻ പറ്റും. മറ്റേ ചില മർഡർ മെത്തേഡ്സ് ഈ ബുക്സിലുണ്ട്. അഗത ക്രിസ്റ്റി, പോൾ ബ്രിക്ഹിൽ. മർഡർ നേരിട്ട് കണ്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ CDs കാണാൻ നല്ലതാ. ഒരു ധൈര്യം കിട്ടും. അല്ല, ഇതിലൊക്കെ അവസാനം കൊല്ലണയാളെ പിടിക്കുമല്ലേ? അത് പിന്നെ നോവലിൽ വില്ലനെ നായകൻ പിടിച്ചില്ലെങ്കിൽ പുസ്തകം ചെലവാകില്ല. സിനിമയിലും അങ്ങനെ ചെയ്താലേ ഈ സൂപ്പർ സ്റ്റാർസിനെ പിടിച്ചെടുക്കാൻ പറ്റൂ. ഈ നോവലിലും സിനിമയിലും അല്ലാത്ത വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ ഒരാളെ കൊല്ലാൻ? പേടിയുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല. എങ്കിലും എന്റെ സ്വന്തം ചില ഐഡിയാസ് ഫോളോ ചെയ്യാം. ഞാൻ കുറെ കൊല്ലമായി ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു 10-25 കൊല്ലമായി കാണുമാവോ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബി സീരിയസ്, വി ആർ ഡിസ്കസിങ് എ സീരിയസ് മാറ്റർ.